ബാലൻഡിയോറിന്റെ നോമിനേറ്റഡ് ലിസ്റ്റിന്റെ കൂടെ തന്നെ കഴിഞ്ഞ സീസണിലെ മികച്ച ക്ലബ്ബുകളുടെ നോമിനേറ്റഡ് ലിസ്റ്റും അതുപോലെ തന്നെ അണ്ടർ 21 കാറ്റഗറിയിലെ കോപ്പ അവാർഡിനായിട്ടുള്ള ആ ഒരു ലിസ്റ്റും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും 5 ക്ലബ്ബുകളാണുള്ളത്. അതിൽ ബാഴ്സ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് ബാഴ്സയെ ആ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് പലരും ചോദിച്ചു. ബാഴ്സ കഴിഞ്ഞ ഒരു സീസണിൽ സ്പെയിനിലെ 3 കപ്പും അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്പെയിനിലെ ട്രിപ്പിൾ അടിക്കാൻ ബാഴ്സയ്ക്ക് സാധിച്ചു. ആൻഡ് ലിവർപൂൾ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയി വരുന്ന ലിവർപൂൾ ആൻഡ് ചാമ്പ്യൻസ് ലീഗും ലീഗ് വണ്ണൊക്കെ അടിച്ചു വരുന്ന PSG ആൻഡ് ബ്രസീലിൽ നിന്നുള്ള ആ ഒരു ബൊട്ടാഫോഗോ കഴിഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ 2ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ആൻഡ് ഫൈനലി ചെൽസിയാണ്. ചെൽസി കോൺഫറൻസ് ലീഗ് അടിച്ചു. അതുപോലെ തന്നെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയി. ഏതായാലും ഈ ഒരു ടീമുകളിൽ ഏത് ടീമായിരിക്കും ദ ബെസ്റ്റ് ക്ലബ്ബ് അവാർഡ് നേടാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ബോയ് പുരസ്കാരം നേടാൻ പോകുന്നത് ആരായിരിക്കും? കഴിഞ്ഞ സീസണിൽ നേടിയ യമാൽ തന്നെ ഈ ഒരു സീസണിൽ നേടുമ്പോൾ 18 ഗോളും 25 അസിസ്റ്റുമാണ് യമാൽ ഈ ഒരു സീസണിലുള്ളത്. അതുപോലെ തന്നെ ബാഴ്സ ഡിഫൻഡർ കുബേഴ്സി ഉണ്ട് ആ ഒരു ലിസ്റ്റിൽ. അതുപോലെ PSG താരം ജാവോ നെവസ് ഉണ്ട്. കൂടാതെ PSG ഡിസൈർ ഡുവേ ഉണ്ട് ആ ഒരു ലിസ്റ്റിൽ. ഇപ്പോൾ ആ ഒരു ഗോൾഡൻ ബോയ് പുരസ്കാരം ആരായിരിക്കും നേടുക ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.